മകരവിളക്കോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. മകരവിളക്കിന് മുന്നോടിയായുള്ള ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിൽ നിന്ന് നടക്കും. നാളെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. മകരവിളക്ക് ദർശനത്തിന് 2 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് അഖിൽ പാലോട്ടുപടം ചേരുന്നുണ്ട്. അഖിൽ, ഈയൊരു മകരവിളക്കിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ അഖിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇതിനുള്ള ഒരുക്കങ്ങൾ, അതായത് ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെ സന്നിധാനത്തേക്കുണ്ട്. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിലും തിരക്ക് അനിയന്ത്രിതമായി തന്നെ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇന്നത്തെ ഒരു തിരക്ക് സന്നിധാനത്ത് എങ്ങനെയുണ്ട്? നിഖിലെ, രജനി, സ്വാമി ശരണം. ശബരിമല സന്നിധാനം ഭക്തിയുടെ പരകോടിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. 63 ദിവസത്തെ, അതായത് മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഏറ്റവും സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഓരോ ഭക്തനും ഓരോ അയ്യപ്പസ്വാമിയും കാത്തിരുന്ന അയ്യന്റെ ഭഗവാന്റെ ആ മകരജ്യോതി കാണാൻ ഇനി 3 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. ശബരിമല സന്നിധാനത്തേക്ക് അനധികൃതമായിട്ടുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി ഒഴുകിയെത്തുന്നത്. 1 ലക്ഷത്തോളം അടുപ്പിച്ചാണ്. ഏകദേശം 90,000, 95,000, 98,000-ഓളം അയ്യപ്പ ഭക്തരാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷം അയ്യപ്പന്മാരും ഇപ്പോൾ തന്നെ ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് കാണുന്നതിലേക്ക് വേണ്ടി തമ്പടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനം സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിലായാലും മകരവിളക്കിന്റെ ക്രമീകരണങ്ങളുടെ കാര്യത്തിലൊക്കെ ആയാലും അത് ഏകദേശമായ പൂർണ്ണതയിലേക്ക് പോവുകയാണ്. ശബരിമല സന്നിധാനം ഭക്തിയുടെ പരകോടിയിലേക്കും പോകുന്ന കാഴ്ചകളുണ്ട്. അതിനോടൊപ്പമാണ് ഈ മകരവിളക്കിന് മുന്നോടിയായിട്ടുള്ള ചരിത്രപ്രസിദ്ധമായ ആലങ്ങാടിന്റെയും അമ്പലപ്പുഴ സംഘങ്ങളുടെ ഈ പേട്ടത്തുള്ളൽ ഇന്ന് ആരംഭിക്കുന്നത്. എരുമേലിയിൽ രാവിലെ ആ പേട്ടത്തുള്ളലിന് ആരംഭം കുറിക്കും. അതിനുശേഷം ആയിരിക്കും അവിടെ കാനനപാത വഴിയായിരിക്കും ആ പേട്ടത്തുള്ളൽ സംഘം സന്നിധാനത്തേക്ക് എത്തുക. മറ്റൊന്ന്, നാളെയാണ് ഭഗവാന് ചാർത്താനുള്ള ആ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുക. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തിരുവാതിര ഘോഷയാത്ര പുറപ്പെടുന്നത്. തിരുവാഭരണം രാവിലെ തന്നെ പുറത്തെഴുന്നള്ളിച്ച് ഭക്തജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യമൊരുക്കും. എന്നാൽ ഉച്ചയോടുകൂടിയാണ് ആ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടുക. 14 രാവിലെ 8:45 മകരസംക്രാന്തി പൂജ സന്നിധാനത്ത് നടക്കുക. വൈകുന്നേരം 6:30 മകര വിളക്കും സന്നിധാനത്ത് തെളിയുന്നുണ്ടാകും. എന്തായാലും ശബരിമല സന്നിധാനം ഇപ്പോൾ ഭക്തിസന്ധരമായ നിമിഷങ്ങളാണ്. ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുടെ പരമാർത്ഥമായ ആ നിമിഷത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണാം. രാവിലെ നല്ല തണുപ്പുണ്ട് ശബരിമല സന്നിധാനത്തേക്ക്. മകരം എന്ന് പറയുന്നത് തന്നെ തണുപ്പാണ്. മരം പോലും കോച്ചുന്ന മഞ്ഞാണ് ഈ മകരമാസത്തിലുള്ളത്. ആ തണുപ്പിനെ പോലും മറികടന്നുകൊണ്ടാണ് കുഞ്ഞു മാളികപ്പുറങ്ങളടക്കം അയ്യപ്പന്മാരടക്കം വ്രതം നോറ്റ് ഭഗവാനെ കാണാൻ നെയ്ത്തേങ്ങകളും ശിരസിലേറ്റി വരുന്ന കാഴ്ചകൾ കാണുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വയോധികയായ അമ്മുമ്മ പോലും ഇരുമുടിക്കെട്ട് തലകളിലേന്തി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിയുടെ പരിപൂർണതയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മറ്റൊന്ന്, ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല സന്നിധാനം ഇനിയുള്ള ദിവസങ്ങൾ അത് നിർണായകമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമായ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രമീകരണങ്ങളുടെ കാര്യത്തിലും ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും ഒക്കെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഫ്ലൈ ഓവറിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എത്രമാത്രമാണ് അയ്യപ്പ ഭക്തരുടെ തിരക്ക് എന്ന് പറയുന്നത്. കാരണം മുകളിൽ നിന്ന് നമ്മുടെ ക്യാമറ മുകളിലേക്ക് ആ ദൃശ്യങ്ങൾ ചലിപ്പിച്ചാൽ മുകളിലെ ഫ്ലൈ ഓവർ മുതൽ അയ്യപ്പ ഭക്തർ ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം അയ്യനെ അരികിൽ കാണുക എന്നുള്ളതാണ് ഓരോ അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത്രയും അധികമുള്ള ആഗ്രഹം. കാരണം അവരുടെ ആത്മാവ് അത് ഭഗവാനിലേക്ക് എത്തിക്കുന്നു എന്നത് തന്നെയാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അവർ അത്രമാത്രം ഭക്തിയോടുകൂടി ഭഗവാനെ കാണാൻ വേണ്ടി ഇത്രയും അധികം യാതനയും ബുദ്ധിമുട്ടും എല്ലാം അനുഭവിച്ചിട്ടും ഭഗവാന്റെ അരികിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ നിമിഷത്തേക്ക് അവർ കാത്തു നിൽക്കുന്നത്. ഇനി നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ എൻ്റെ പുറകിൽ നിൽക്കുന്ന അയ്യപ്പന്മാർ പൊന്നരികിലുള്ള അയ്യപ്പസ്വാമിയുടെ പൊന്നമ്പലത്തെ ദർശിക്കും. അതിലിരിക്കുന്ന
കാത്തിരിക്കുന്ന ഭഗവാനെ കാണും, ചിന്മുദ്രാങ്കിതമായ അയ്യപ്പസ്വാമിയെ കാണും. തൻ്റെ കഷ്ടങ്ങളും ദുഃഖങ്ങളും ആവലാദികളും ആപൽബാന്ധകനായ അന്നദാനപ്രഭുവായ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ പറഞ്ഞ് ഭഗവാനെ തൊഴുത് തൻ്റെ കയ്യിലുള്ള നെയ്ത്തേങ്ങ ഭഗവാൻ അഭിഷേകത്തിനായി സമർപ്പിച്ച് ആത്മസമർപ്പണം ആ നെയ്ത്തേങ്ങ സമർപ്പിച്ചതിനു ശേഷം ആത്മാഭൂതി നൽകാൻ ആ നെയ്ത്തേങ്ങയുടെ നാളികേരം ആഴിയിൽ സമർപ്പിച്ച് മാളികപ്പുറത്തമ്മയെയും തൊഴുത് കന്നിമൂല ഗണപതിയെയും ഒക്കെ തന്നെ തൊഴുത് ഓരോ അയ്യപ്പ ഭക്തനും ഇവിടെ നിന്ന് വീണ്ടും മലയിറങ്ങി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. എന്തായാലും ശബരിമല സന്നിധാനം ഇനി 3 നാൾ മാത്രമാണ് മകരവിളക്കിനുള്ളത്. ആ മകരവിളക്കിലേക്ക് പോകാൻ ഓരോ അയ്യപ്പ ഭക്തനും കാത്തിരിക്കുകയാണ്. ആ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരജ്യോതി കാണാൻ, ആ പൊന്നമ്പലമേട്ടിലെ ആ മകരപ്രഭ കാണാൻ ഓരോ ഭക്തനും കാത്തിരിക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും വലിയ ആത്മനിർവൃതിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ അയ്യപ്പന്മാരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷത്തോടുകൂടി, വലിയ ആത്മനിർവൃതിയോടുകൂടി ഓരോ അയ്യപ്പ ഭക്തന്റെയും മുഖത്ത് ആ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരു വർഷക്കാലം, ഒരാണ്ടുകാലം മുഴുവൻ കാത്തിരുന്നതാണ്, ഒരു വർഷക്കാലം മുഴുവൻ കാത്തിരുന്നതാണ് ഒരു മകരസംക്രാന്തി പൂജ തൊഴുത്, ഒരു മകരവിളക്ക് തൊഴുത് ആ ഭഗവാനെ കണ്ട് തൊഴുത് സായുജ്യമടയുക എന്ന ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഓരോ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം. അതിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ്, നിമിഷങ്ങൾ മാത്രമാണ് ആ നിമിഷത്തിലേക്ക് എത്താനുള്ളത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിയുടെ പരകോടിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രജനി, നിഖിൽ. ഏതായാലും അഖിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ഭക്തരുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ ഫ്ലൈ ഓവറിലൊക്കെ ഭക്തരുടെ വലിയ ക്യൂ തന്നെയുണ്ട്. നേരത്തെ അഖിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അതായത് ഇത്രയും തണുപ്പത്ത് സന്നിധാനത്ത് നല്ല തണുപ്പാണെന്ന് പറയുന്നു. അപ്പോഴും കുഞ്ഞ് മാളികപ്പുറങ്ങളും അടക്കമുള്ള ആളുകൾ അവിടേക്ക് വരുന്നു അയ്യനെ കാണാൻ. എന്തായാലും ഇനി 3 ദിവസം കൂടി മാത്രമാണ്, അഖിൽ പറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ഇനി നിയന്ത്രണങ്ങളിൽ ഒരു ഇളവ് വന്നതും തീർത്ഥാടകർക്ക് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഭക്തരുടെ വലിയൊരു ഒഴുക്ക്, ഒരു വർഷത്തെ കാത്തിരിപ്പാണ് മകരവിളക്ക് കണ്ട അയ്യനെ, മകരവിളക്ക് ദിവസം അയ്യനെ തൊഴുക എന്നുള്ളത്. എന്തായാലും അഖിലിന് ഞങ്ങളുടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ശബരിമലയിൽ നിന്നുള്ള റിപ്പോർട്ടിങ് നന്നാവുന്നുണ്ടെന്നുള്ളത്. അത് അഖിലിനൊരു കോംപ്ലിമെന്റ് കൂടിയാണ്.